നമസ്തേ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനം സർവാംഗാസനം. സർവാംഗം എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും ഗുണം ലഭിക്കുന്ന ആസനമാണ്. ഇത് ചെയ്യുന്ന വിധം മലർന്നു കിടന്നാണ് ചെയ്യുന്നത്. മലർന്ന് വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ശേഷം സാവധാനം 2 കാലുകളും ചേർത്ത് വെക്കുക. 2 കൈകളും ശരീരത്തിന്റെ ഇരുവശത്തോട് ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും സാവധാനം ഉയർത്തി കാലുകൾ മുഖത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഉയർത്തുക. അവിടുന്ന് അരക്കെട്ട് സാവധാനം ഉയർത്തി അരക്കെട്ടിലേക്ക് 2 കൈപ്പത്തികളും സപ്പോർട്ട് ചെയ്ത് കൈമുട്ടുകൾ മാറ്റിൽ കുത്തിവെക്കുക. ശേഷം ഷോൾഡറിലേക്ക് ശരീരത്തെ ഉയർത്തുക. നോട്ടം കാലിലെ പെരുവിരലിലേക്കാണ്. ഈ നിലയിൽ സാധാരണ ശ്വാസത്തിൽ 30 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെ തുടരാവുന്നതാണ്. അതിനുശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് തറയിൽ പതിച്ചു വെക്കുന്നു. കൈകൾ മാറ്റുന്നു. കാലുകൾ വീണ്ടും മുഖത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കൊണ്ടുവരിക. ശ്വാസം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തെ താഴ്ത്തി ശവാസനത്തിൽ വിശ്രമിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാ ആന്തരിക അവയവങ്ങളെയും ഉത്തേജിപ്പിക്കുന്നു. പ്രധാനമായി വെരിക്കോസ് വെയിന് നല്ല ഉത്തമ പ്രതിവിധിയാണ് സർവാംഗാസനം. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. അതുപോലെ ദഹനവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന ആസനമായതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ രക്തചംക്രമണ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നു.